നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇപ്പം കറി അല്ലാതെ എന്തെങ്കിലും ഒന്ന് കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഇതിനിപ്പോൾ ഒരു എന്താ പച്ചടിയെന്നോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. കുറഞ്ഞ സാധനങ്ങളൊക്കെ മതി. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല, നമുക്ക് ചോറിന് വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മതി കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്നും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. നമുക്ക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി വേണം. അത് നമുക്ക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, നല്ല ജീരകം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് തൈരാണ്, പുളിയുള്ള തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ കടുക് കൂടെ ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നല്ല കട്ടിയായിട്ടുള്ളത്, നമുക്ക് കുറച്ചും കൂടെ വെള്ളം പോലെ വേണം. അപ്പൊ ഒന്നുകിൽ തൈര് ചേർക്കാം, പുളി ഇല്ലെങ്കിൽ ഞാനിപ്പം വെള്ളം തന്നെയാണ് ആ കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു 1/4 കപ്പോളം ഒഴിക്കാം. അപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിക്കണം കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക്, ഒരു വറ്റൽമുളകാണ് ഞാൻ എടുത്തത്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് പേരിപ്പം എന്താ, ചമ്മന്തിന്നോ അല്ലെ ഞാൻ പറഞ്ഞ പോലെ പച്ചടി എന്നൊക്കെ വിളിക്കുക അല്ലേ. അപ്പോൾ അതിന് പ്രത്യേകം കഷ്ണങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. എത്ര കുറഞ്ഞ സമയമാണ്. അപ്പം ഇടയ്ക്കൊരു മടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.